ഇന്ന് നമുക്കൊരു ജേണൽ കിറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടാലോ. അതിനു മുമ്പ് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു കിറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഈ ഒരു ബാക്ക് സൈഡ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കിറ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കിയാലോ. ഇതിൽ മെയിനായിട്ട് ഒരു A6 ജേണൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി പേപ്പേഴ്സൊക്കെയാണ് കേട്ടോ. ഫുള്ള് ഗ്രിഡ്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു പേപ്പറാണ്. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ലൊരു വിൻറ്റേജ് ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ജേണൽ കിറ്റാണിത്. ഈ ഒരു ജേണലിൽ ഒരു മൂവബിൾ കവറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ നല്ലൊരു വിൻറ്റേജ് ലുക്കിൽ തന്നെയാണ് ഇട്ടുള്ളത്. ഇതിന് ഡെക്കറേറ്റീവ് കാർഡ് ഒരു 20 ഷീറ്റ്സ് ഉണ്ട്. ഈ ഒരു അടിപൊളി വിൻറ്റേജ് ലുക്ക് ജേണല് മീഷോയിൽ നിന്ന് ജസ്റ്റ് 300 റുപ്പീസിനാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഈ ജേണൽ എൻ്റേതല്ല കേട്ടോ. എനിക്ക് ഈ ജേണലിങ്ങിൻ്റെ ഹോബിയൊന്നുമില്ല. ഇത് നമ്മളെ പാത്തുമ്മാൻ്റെ ജേണലാണ്. പാത്തുമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. നമ്മളെ ബ്ലൈൻഡ് ബയോ ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു 5ാം ക്ലാസ്സുകാരി, അവളാണ് ഈ പാത്തുമ്മ. അവളുടെ നെയിം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓളെ നെയിം എന്ന് വെച്ചാൽ ഫാത്തിമ തസ്നീം എന്നാണ്. ഓൾക്കാണ് ഈ ജേണലിൽ ചെയ്യുന്ന ഹോബിയൊക്കെ. ഈ ഒരു ജേണൽ കിറ്റ് മോളെ തന്നെ. ഈ ഒരു ജേണൽ കിറ്റ് കിട്ടിയപ്പോൾ തന്നെ ഓള് 2-3 ജേണലിങ് ചെയ്തും കഴിഞ്ഞു. എല്ലാ ഐറ്റംസ് ഈ ഒരു കിറ്റിൽ തന്നെ കൊടുത്തോണ്ട് തന്നെ നമുക്ക് വേറൊരു ഐറ്റംസിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ക്യൂട്ട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഡെയിലി വാഷി സ്റ്റിക്കേഴ്സ് ഇതിലൊരു 31 പീസസ് ഉണ്ട്. ടൂ റോൾസ് ടാപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. മെമോ പാഡ് ആണെങ്കിലോ ഒരു 60 ഷീറ്റ്സ് ഉണ്ട്. എല്ലാം കാണാൻ നല്ല എസ്തെറ്റിക് ആയിട്ട് നല്ലൊരു വിൻറ്റേജ് ലുക്കിലുണ്ട്. 3 ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള മെമോ പാഡ്സ് ആണ് ഉള്ളത്. ഓരോന്നും ഡിഫറെന്റ് ടൈപ്സിലാണുള്ളത്.
ആയിട്ടുള്ള 2 പീസ് എൻവലപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു 8 ഷീറ്റ് വാഷി സ്റ്റിക്കേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പേപ്പർ ആണെങ്കിലോ 10 പീസസ് ഉണ്ട്. 5 ഷീറ്റ്സ് കുറച്ച് ചെറുതും 5 ഷീറ്റ്സ് കുറച്ച് വലുതുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെല്ലാ ഷീറ്റും നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ട് കാണാൻ. ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കൊരു അടിപൊളി ജേർണലിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കെങ്ങനെ ഈ ഒരു കിറ്റ് ഇഷ്ടമായിനാ? ഇങ്ങനെ വിൻറ്റേജ് ആയിട്ട് എസ്തെറ്റിക് ലുക്കിലൊക്കെ ജേർണലിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഈ ഒരു ജേർണൽ കിറ്റ് ട്രൈ ആക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം നല്ല സൂപ്പർ ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി.